നമസ്കാരം. സാമൂഹ്യ മാധ്യമങ്ങളിലും പലപ്പോഴും മുഖ്യധാരാ മാധ്യമങ്ങളിലും നാം കേൾക്കാറുള്ള ഒരു വാചകമാണ് ഭീകരവാദത്തിന് മതമില്ല എന്നുള്ളൊരു വാചകം. ആ വാചകം അടിസ്ഥാനപരമായിട്ട് ഈ പറയുന്നവരാരും സത്യസന്ധമായി പറയുന്നതല്ല എന്നവരുടെ ഒരു വാക്കുകളുടെ ഒരു താളവും ശരീരഭാഷയും കേട്ടാലും കണ്ടാലും നമുക്ക് മനസ്സിലാവും. ഈ വാദത്തെ, ഭീകരവാദത്തിന് മതമില്ല എന്നുള്ള വാദത്തെ ഇഴകേറി പരിശോധിക്കുകയല്ല ഇന്ന് നമ്മുടെ ലക്ഷ്യം. പക്ഷേ ഈ ഒരു വാദത്തിന് പിന്നിൽ ചില അവാന്തര വാദങ്ങളും ചില കള്ളക്കളികളുമുണ്ട്. അവയൊന്ന് പരിശോധിക്കുകയാണ്. അതിൻ്റെ ആധാരം ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. ആദിത്യ വിക്രമൻ എന്ന ഒരു ഫേസ്ബുക്ക് ഹാൻഡിലാണ്. ഞാൻ ചിലപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ പോസ്റ്റുകൾ ഞാൻ പ്രേക്ഷകരുമായി പങ്കിടാറുണ്ട്. ഇതും അത്തരത്തിലുള്ളൊരു പോസ്റ്റാണ്. അതിൻ്റെ ഒരു പശ്ചാത്തലം ഞാനൊന്ന് ചുരുക്കി പറയാം. അടിസ്ഥാനപരമായിട്ട് ഈ ഭീകരവാദത്തിന് മതമില്ല എന്ന് വാദിക്കുന്നവർ അതിനോടൊപ്പമോ അല്ലെങ്കിൽ പ്രത്യേകമായോ വയ്ക്കുന്ന മറ്റൊരു വാദം പലപ്പോഴും പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി ചെയ്യുന്ന ഹിന്ദു നാമധാരികൾ കൂടപ്പെടാറുണ്ട്. സംഘികളാണ് ഇതിനെല്ലാം കാരണം, ജൂതന്മാരാണ് കാരണം എന്നുള്ള വാദങ്ങൾ അവർ പലപ്പോഴും ഉന്നയിക്കാറുണ്ട്. പക്ഷേ അവർ മറച്ചു വയ്ക്കുന്നൊരു കാര്യം, അടിസ്ഥാനപരമായി ഇസ്ലാമിൻ്റെ ഒരു പ്രവർത്തന രീതി, തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ഒരു പ്രവർത്തന രീതി തന്നെ ഇത്തരത്തിലുള്ള യൂസ്ഫുൾ ഇഡിയറ്റ്സ്, പ്രയോജനപ്രദമായ വിഡ്ഢികളെ തിരഞ്ഞു പിടിച്ച് അവരെ ഉപയോഗിച്ച് അവരെ ഒരിക്കലും പ്രത്യക്ഷത്തിൽ മതം മാറ്റിയാൽ പോലും അവരുടെ പഴയ നാമം, ഇപ്പോൾ ഞാൻ നാളെ മതം മാറുകയാണെങ്കിൽ എന്നെ അവരൊരു ഭീകരവാദ പ്രവർത്തനത്തിനായിട്ടോ അവരുടെ ഭീകരവാദ പ്രവർത്തനങ്ങളെ വെള്ളപൂശുവാനുള്ള ഒരു പ്രയോജനപ്രദമായ വിഡ്ഢിയായിട്ടോ അല്ലെങ്കിൽ പ്രയോജനമുള്ള വിഡ്ഢിയായിട്ടോ ഉപയോഗിക്കുകയാണെങ്കിൽ അവരെൻ്റെ ഔദ്യോഗിക നാമം മുഹമ്മദ് എന്നോ മറ്റോ ആക്കിയാലും മനോജ് വേണുഗോപാൽ എന്നുള്ള എൻ്റെ പേര് പൊതുമണ്ഡലത്തിൽ മാറ്റുവാൻ അവർ സമ്മതിക്കില്ല. അതാണ് അവർക്ക് സൗകര്യം. മനോജ് വേണുഗോപാൽ ഇത്തരത്തിലുള്ള പ്രവർത്തികളിലേക്ക് ഏർപ്പെടുന്നതാണ് അവർക്ക് സൗകര്യം. ഈ പശ്ചാത്തലത്തിലാണ്, ഈ നാമധേയങ്ങളുടെ പശ്ചാത്തലത്തിൽ, ഹിന്ദു ക്രിസ്ത്യൻ നാമധാരികൾ നടത്തുന്ന ഭീകര പ്രവർത്തനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ആദിത്യ വിക്രമൻ്റെ ആ പോസ്റ്റ്. ആ പോസ്റ്റിൻ്റെ ഒരു മറ്റൊരു വശം അല്ലെങ്കിൽ മറ്റൊരു പശ്ചാത്തലം, രണ്ട് പശ്ചാത്തലമുണ്ട്. ഈ നാമം ഇതിൻ്റെ പക്ഷേ ഒരു പ്രചോദനം, ആ പോസ്റ്റിൻ്റെ ഒരു പ്രചോദനം എന്നുള്ളത് ഈ അടുത്തിടയ്ക്ക് കഴിഞ്ഞ ദിവസം കരിപ്പൂർ വിമാനത്താവളത്തിൽ അറസ്റ്റിലായ മുഹമ്മദ് സനൂഫാണ്. ഈ പേരിലുമുണ്ടൊരു പ്രത്യേകത. കാരണം പലരും, ഞങ്ങളുൾപ്പെടെ, തത്വമയി ന്യൂസ് ഉൾപ്പെടെയുള്ളവർ തുടക്കത്തിൽ പറഞ്ഞിരുന്നത് മുഹമ്മദ് സനൂപ് എന്നാണ്, സനൂപ് എന്നാണ്. ഈ വ്യക്തിയുടെ യഥാർത്ഥ പേര് മുഹമ്മദ് സനൂഫ് എന്നാണ്. ഇതാണ് ആ ആദിത്യ വിക്രമിൻ്റെ പോസ്റ്റിനുള്ളൊരു പ്രചോദനം. അപ്പോൾ നാമങ്ങൾ, ഈ ഭീകരവാദത്തിന് മതമില്ല, പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന സമൂഹങ്ങൾ ഈ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഹ്രസ്വമായൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇത്. ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒരു വരി വിടാതെ പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവയ്ക്കാം. പോസ്റ്റിലേക്ക് പോയാൽ, പല മാധ്യമങ്ങളും ആദ്യഘട്ടത്തിൽ എഴുതിയത് അവൻ പറവൂരുകാരനാണെന്നാണ്. ഈ മുഹമ്മദ് സനൂഫിനെ സംബന്ധിച്ചാണ് പറയുന്നത്. ഇവൻ പറവൂരുമല്ല തുറവൂരുമല്ല, ഒന്നാം തരം കൊണ്ടോട്ടി മലപ്പുറംകാരനാണ്. ഈ മലപ്പുറം സംബന്ധിയായിട്ട് പല വാദങ്ങളും രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളുമൊക്കെ പലപ്പോഴും ഉയർന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയർന്ന് പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാകും. ഈ മലപ്പുറം സംബന്ധിയായിട്ട് മതവൈരം നടക്കുന്നു, മലപ്പുറത്തെക്കുറിച്ച് വെള്ളാപ്പള്ളി നടേശൻ എന്തെങ്കിലും പറഞ്ഞു പോയാൽ അത് വർഗീയവാദമാകും, മതവിദ്വേഷ പ്രചരണമാകും. മലപ്പുറം ഏതെങ്കിലും മതത്തിൻ്റെ സ്വന്തമാണോ എന്ന് ചോദിച്ചാൽ ഔദ്യോഗികമായോ നിയമപരമായോ അല്ല. പക്ഷേ ഒരു മതക്കാർ, പ്രത്യേക മതക്കാർ കാണുന്നത് മലപ്പുറം അവരുടെ മക്ക പോലെയാണ് എന്നുള്ളതാണ്. അതിൻ്റെ പിന്നിലുള്ള പ്രചോദനം എന്താണ്, അതിൻ്റെ പിന്നിലുള്ള താല്പര്യങ്ങൾ എന്താണ്, നിക്ഷിപ്ത താല്പര്യങ്ങൾ എന്താണ്, എങ്ങനെയാണ് മലപ്പുറം ജില്ല തന്നെ ഒരു പ്രത്യേക വിഭാഗക്കാർക്ക് ഭൂരിപക്ഷമുള്ള അല്ലെങ്കിൽ ആധിപത്യമുള്ള ജില്ലയായി മാറിയത് എന്നുള്ളതിൻ്റെ 1921 മുതലുള്ള ചരിത്രവും 1921 പിന്നോട്ടമുള്ള ഹാലിളക്കം പോലുള്ള ഭ്രാന്തുകളെക്കുറിച്ചുള്ള ചരിത്രവും ഒന്ന് പഠിക്കുക. ടിപ്പുവിൻ്റെ അധിനിവേശവും പഠിക്കുന്നത് നന്നായിരിക്കും. അതിനെക്കുറിച്ച് അധികം അറിവില്ലാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. താല്പര്യമുണ്ടെങ്കിൽ തത്വമയി ന്യൂസ് ഈ വിഷയങ്ങളെ സംബന്ധിച്ച് വിശദമായ വീഡിയോകൾ ചെയ്യുന്നതാണ്. നിങ്ങളുടെ താല്പര്യങ്ങൾ കമൻറ്റുകളിലൂടെ അറിയിക്കുക. പോസ്റ്റിലേക്ക് തിരിച്ചു ചെന്നാൽ കൃത്യമായ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. അവൻ ഒന്നാം തരം കൊണ്ടോട്ടി മലപ്പുറംകാരനാണ്. കൃത്യമായ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു വെബ്സൈറ്റിൽ നിന്ന് അദ്ദേഹം എടുത്താണ്. ആ വെബ്സൈറ്റിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. മലപ്പുറംകാരനാണെന്നും മീഡിയ മുക്കാലും സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് 2 ദിവസം മുമ്പ് ഓൺലൈൻ മാധ്യമങ്ങളടക്കമുള്ള വാർത്താമാധ്യമങ്ങൾ ഇവനെ പറവൂറുകാരനാക്കിയത് എന്നറിയില്ല. തത്വമയി ന്യൂസ് പോലും ഇടയ്ക്കൊന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു പോയിരുന്നു. മുഹമ്മദ് സനൂപ് എന്നാണ് പേര്. കാരണം അത്തരത്തിലൊരു പ്രക്രിയ അവരുടെ ഇടയിലുണ്ട്. കാരണം ഈ മുഹമ്മദ് അല്ലെങ്കിൽ അഹമ്മദ് എന്നുള്ള പേരിനപ്പുറം ഒരു ഹൈന്ദവ നാമം ചേർക്കുക എന്നുള്ളത് എയർപോർട്ടുകളിൽ പലപ്പോഴും
അവരുടെ പേരുകൾ ഉറക്കെ ഉച്ചരിക്കുമ്പോൾ അവസാനത്തെ പേര് മാത്രമായിരിക്കും ഉച്ചരിക്കുന്നത്. സർനെയിമായിരിക്കും വിദേശ എയർപോർട്ടുകളിൽ ഉച്ചരിക്കുന്നത്. സർനെയിം ആണെന്ന് കരുതി 2 പേരുകളുണ്ടെങ്കിൽ, ഇപ്പോൾ മനോജ് വേണുഗോപാൽ എന്നുണ്ടെങ്കിൽ അവർ മിസ്റ്റർ വേണുഗോപാൽ എന്നേ ആദ്യം ചോദിക്കുകയുള്ളൂ. അതിന് പ്രതികരണം ഉണ്ടായില്ലെങ്കിൽ മിസ്റ്റർ മനോജ് വേണുഗോപാൽ എന്ന് അവർ പറയും. അപ്പോൾ ഈ മുഹമ്മദ് സനൂപ് എന്നായിരിക്കുമെന്നുള്ളത് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു പോയതാണ്. ഞാനും അത്തരത്തിലൊരു തെറ്റിദ്ധാരണയ്ക്ക് ഇരയായിട്ടുണ്ട്. അതിപ്പോൾ തിരുത്തുന്നു. സനൂപല്ല, സനൂഫാണ്. ഇനി ഇവനെ പറവൂറുകാരനാക്കിയതെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് ആദിത്യ വിക്രമൻ തുടരുകയാണ്. രണ്ടാമത്തെ കാര്യം പറയാനുള്ളത് ജനൻ ടി വിയോടും ജന്മഭൂമി പത്രത്തോടും ഓൺലൈൻ സംഖ്യകളോടുമാണ്. ഈ തെറ്റിദ്ധാരണയിൽ പെട്ടുപോയത് കൊണ്ട് ഞാനും ആ ഓൺലൈൻ സംഖ്യകളുടെ കൂട്ടത്തിൽ പെടുമെന്ന് ഞാൻ സമ്മതിക്കുന്നു. ദയവായി ഇത്തരം ഇസ്ലാമിക ഭീകരരുടെ പേരുകൾ എഴുതുമ്പോൾ വളരെ കൃത്യമായി തെറ്റുവരുത്താതെ തന്നെ എഴുതുക. മലബാറിലെ അദ്ദേഹത്തിൻ്റെ വാക്കാണ് ഇനി പറയുവാൻ പോകുന്നത്. കാക്കമാർ മലയാളത്തിൽ പേരിടാറില്ല, കൃത്യമായ അറബി പേരാണ് അവർ ഇടാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം മതഭീകരരുടെ പേരുകൾ വളരെ വ്യക്തമായി തന്നെ എഴുതുക. സനൂഫിനെ സനൂബാക്കിയാൽ ഭാവിയിൽ ബുദ്ധിമുട്ടായിരിക്കും. അവൻ പാതി ഹിന്ദുവാണ് എന്നുവരെ ഇസ്ലാമിക ഭീകരതയെ ന്യായീകരിക്കുകയും ലഘൂകരിക്കുകയും ചെയ്യുന്ന അന്തം കാക്കകൾ ഇത് വെച്ച് ഭാവിയിൽ സമർത്ഥിച്ചേക്കുവാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ഭാഷയാണ്, എൻ്റെ അല്ല. ഞാൻ അതിനോട് യോജിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് മറ്റൊരു വിഷയമാണ്. യോജിക്കുന്നുണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. നീൽ പ്രകാശ് എന്നൊരു ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരരുണ്ടായിരുന്നു. നീൽ പ്രകാശിനെ പ്രേക്ഷകർക്ക് പലർക്കും ഓർമ്മ കാണും. കാരണം ഈ നീൽ പ്രകാശാണ് ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ ഭീകരവാദി എന്നുള്ള ഒരു വാർത്ത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇസ്ലാമിസ്റ്റ് വെള്ളപൂശലുകാർ, ന്യായീകരണ തൊഴിലാളികൾ, അപ്പോളജിസ്റ്റുകൾ ഏറെക്കാലം സാമൂഹ്യ മാധ്യമങ്ങളിൽ കറങ്ങി നടന്നിരുന്നു. കണ്ടോ, ഭീകരവാദത്തിന് മതമില്ല, ഉണ്ടെങ്കിൽ തന്നെ അത് ക്രിസ്ത്യൻ മതമാണ് എന്നുള്ള വാദം വെച്ച്. മുഴുവൻ പേര് നീൽ ക്രിസ്റ്റഫർ പ്രകാശ്. ഓസ്ട്രേലിയയിലെ ഏറ്റവും അപകടകാരിയായ ഇസ്ലാമിക ഭീകരൻ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇസ്ലാമിക ഭീകരൻ എന്നാണ് ഇവൻ അറിയപ്പെട്ടിരുന്നത്. ഇവൻ്റെ അച്ഛൻ ഫിജിയിലെ ഇന്ത്യൻ വംശജനായിരുന്നു, അമ്മ കംബോഡിയൻ വംശജയാണ്. ജനിച്ചപ്പോൾ ഇവനൊരു ക്രിസ്ത്യാനിയായിരുന്നു. പിന്നീട് ഇസ്ലാമിനെ പറ്റി പഠിച്ച് ഇസ്ലാമിൻ്റെ നന്മ തിരിച്ചറിഞ്ഞ് കലിമ ചൊല്ലി ആ മതം സ്വീകരിച്ച് മനുഷ്യത്വമില്ലാത്ത ഒരുതരം ഭീകരനായി. ഇവനിപ്പോൾ ഓസ്ട്രേലിയയിലെ ജയിലിൽ കിടക്കുകയാണെന്നാണ് അറിയുന്നത്. നീൽ പ്രകാശ് എന്ന ഇവൻ്റെ പേര് വെച്ച് സുഡാപ്പികൾ ഇവൻ ഇസ്ലാമിക് സ്റ്റേറ്റിലെ ഹിന്ദു ഭീകരനാണെന്ന് കുറേ കാലം നുണ പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്നു. യഥാർത്ഥത്തിൽ ഇവൻ ഇസ്ലാം എന്ന സമാധാന മതം സ്വീകരിച്ച ശേഷം അബു ഖാലിദ് അൽ കംബോഡിയ ആയിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്. കബോഡി എന്നാണ് ഉദ്ദേശിച്ചത്. കബോഡിയൻ വംശജയാണ്. അമ്മ കംബോഡിയല്ല, കബോഡിയൻ വംശജയാണ്. അബു ഖാലിദ് അൽ കബോഡി എന്ന പേരാണ് സ്വീകരിച്ചത്. അതൊക്കെ മറച്ചു വെച്ചിട്ടാണ് ഈ നാണം കെട്ട ജിഹാദികളുടെ സോഷ്യൽ മീഡിയ നുണപ്രചരണം. ഇനി നരേന്ദ്രമോദിയെ കൊല്ലാൻ ശ്രമിച്ചിട്ട് ഇസ്രത് ജഹാൻ എന്ന മുസ്ലിം പെൺകുട്ടിയോടൊപ്പം വെടികൊണ്ട് ചത്തവൻ്റെ ആദ്യത്തെ പേര് പ്രാണേഷ് കുമാർ പിള്ള എന്നായിരുന്നു. എന്നാൽ ഈ പ്രാണേഷ് കുമാർ പിള്ള ഹിന്ദുമതം ഉപേക്ഷിച്ചതോ ഇസ്ലാം മതം സ്വീകരിച്ച് ജാവേദായതോ നമ്മുടെ നാട്ടിലെ കാപട്യക്കാരായ മതേതരക്കാരും ജിഹാദികളും പറഞ്ഞില്ല. അവൻ ഉപയോഗിച്ചത് പ്രാണേഷ് കുമാർ പിള്ള എന്ന പേര് തന്നെയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുഹമ്മദായ എന്നെ മനോജ് വേണുഗോപാലായി തന്നെ തുടരുവാൻ അവർ നിർബന്ധിക്കുന്നതിൻ്റെ പിന്നിലുള്ള ഒരു രഹസ്യം ഇതാണ്. ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ വെടികൊണ്ട് ഹൊറിഫൈഡ് ആയാൽ പോലും എൻ്റെ പേര് മനോജ് വേണുഗോപാലായിരുന്നു, ഞങ്ങൾക്കിതിൽ ബന്ധമില്ല, ഭീകരവാദത്തിന് മതമില്ല, ഉണ്ടെങ്കിൽ തന്നെ അത് ക്രിസ്ത്യൻ ഭീകരനാണ് അല്ലെങ്കിൽ ഹിന്ദു ഭീകരനാണ് എന്നുള്ള പ്രചാരണം നടത്തുവാൻ വേണ്ടി ആസൂത്രിതമായ പദ്ധതികളാണിത്. അത് ഈ പോസ്റ്റിൽ അദ്ദേഹം വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഞാൻ അതിനോട് യോജിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ പ്രേക്ഷകർ പറയാം. മാധവിക്കുട്ടി ഇസ്ലാം സ്വീകരിച്ചാൽ അവർ കമലാ സുരയ്യ എന്നേ വിളിക്കാവൂ, അവരെ കമലാ സുരയ്യ എന്നേ വിളിക്കാവൂ. അങ്ങനെ വിളിക്കുന്നതാണ് അവർക്ക് ലാഭകരം. എന്നാൽ ഒരു സാധാരണ ഹിന്ദു ഇസ്ലാം സ്വീകരിച്ച് ലോകം വെറുക്കുന്ന പ്രവൃത്തികൾ ചെയ്താൽ കോയാസ് അവൻ്റെ ആദ്യത്തെ പേര് മാത്രമേ ഉപയോഗിക്കുള്ളൂ. അതായത് പൂർവ്വാശ്രമത്തിലെ പേര് മാത്രമേ, പൂർവ്വജന്മത്തിലെ പേര്. കാരണം ഇതൊരു മരണത്തിന് ശേഷമുള്ള ഒരു സോംബി ജീവിതമാണ് ഈ മതം മാറിയിട്ടുള്ള ഭീകര പ്രവർത്തനത്തിന് പോകുന്നതെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അവനെ കൊണ്ട് ഈ വൃത്തികേടുകൾ ചെയ്യിച്ചത് പുതിയ മതത്തിൻ്റെ പ്രമാണവും അത് പഠിപ്പിച്ചവരുമായിരിക്കും. എങ്കിലും അവൻ ഞമ്മൻ്റെ ആളല്ല എന്നുളുപ്പില്ലാതെ അവർ പറയും. ഇതൊക്കെ നോക്കിയും കണ്ടും മാത്രം കാര്യങ്ങൾ ചെയ്യുക എന്നൊരു ഉപദേശത്തോടു കൂടിയാണ് ആദിത്യ വിക്രമൻ ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ഈ വിഷയത്തെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ കൂടുതലൊന്നും കൂട്ടിച്ചേർക്കുവാനില്ല. എന്നാലും ഒരു ഉപസംഹാരം എന്നുള്ള രീതിയിൽ ഒന്നോ രണ്ട് കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്ത് അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. കാരണം ഈ മുഹമ്മദ് സനൂപ് എന്ന പേര് ഒരു അച്ചടി പിശക് മൂലം വന്നതല്ല ആദ്യം ഈ വാർത്തകൾ പുറത്തുവിട്ടവരിൽ നിന്ന്. ഒരു കാര്യം പ്രേക്ഷകർ വ്യക്തമായിട്ട് മനസ്സിലാക്കുക, തത്വമയി ന്യൂസ് ഈ വിവരം കണ്ടെത്തിയത്
അല്ലെങ്കിൽ ആദ്യമായിട്ട് അറിഞ്ഞത് ഏതെങ്കിലും മുഖ്യധാരാ മാധ്യമങ്ങളിൽ നിന്നോ ന്യൂസ് ഫീഡിൽ നിന്നോ അല്ല. ബന്ധപ്പെട്ട നിയമപാലകരും അവരുമായിട്ട് അടുത്ത വൃത്തങ്ങളും ആദ്യം പുറത്തുവിട്ട പേരും ഇതുതന്നെയായിരുന്നു എന്ന് വേണം കരുതാൻ. എന്തിന്? അതും ചിന്തിക്കേണ്ടതുണ്ട്. മാധ്യമങ്ങൾക്കപ്പുറം, വെള്ളപൂശലുകാർക്കപ്പുറം, ഇവരുടെ ഒരു സ്തുതിപാഠകർക്കപ്പുറം, ഇവരുടെ ഒരു അപ്പോളജിസ്റ്റുകൾക്കപ്പുറം നിയമ സംവിധാനങ്ങൾക്കുള്ളിൽ ഇവരുടെ സ്വാധീനം എത്രത്തോളം ഉണ്ടെന്നുള്ളത് വ്യക്തമായി പരിശോധിക്കപ്പെട്ടേ മതിയാകുകയുള്ളൂ. കാരണം നീല വെളിച്ചം, പച്ച വെളിച്ചം, മഞ്ഞ വെളിച്ചം, അറബി വെളിച്ചം, മൈസൂർ വെളിച്ചം എന്നുള്ള പല വെളിച്ചങ്ങൾ നിയമ സംവിധാനങ്ങൾക്കകത്തുണ്ട്. പുറത്ത് വിളക്ക് മാടങ്ങളാണെങ്കിൽ അകത്ത് പച്ച വെളിച്ചങ്ങളുണ്ട്. അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഓർമ്മയുണ്ടാകും. ഒരു ASIDയോ മറ്റോ പോലീസ് ക്യാൻറ്റീനിൽ നിന്ന് സാധനങ്ങൾ കുറഞ്ഞ തുകയ്ക്ക് വാങ്ങുവാനുള്ള ക്യാൻറ്റീൻ കാർഡുമായിട്ട് അറസ്റ്റിലായത് SDPI പ്രവർത്തകനാണ്, അല്ലെങ്കിൽ പിടിയിലായത്. അത്തരത്തിലുള്ള സ്വാധീനങ്ങൾ നിയമ സംവിധാനങ്ങളുടെ താഴെത്തട്ട് മുതൽ മേൽത്തട്ട് വരെ ഇവർക്കുണ്ടെങ്കിൽ ഏതൊക്കെ തരത്തിലായിരിക്കും ഇവർ കാര്യങ്ങളെ നിയന്ത്രിക്കുക, അല്ലെങ്കിൽ കുഴച്ചുമറിക്കുക, മാനിപ്പുലേറ്റ് ചെയ്യുക? അത് ചിന്തിച്ച് തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. അന്വേഷണങ്ങൾ അതിനെ സംബന്ധിച്ച് നടക്കണം. ഔദ്യോഗികമായിട്ടുള്ള അന്വേഷണങ്ങൾ അടുത്ത കാലത്തൊന്നും കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുമെന്നുള്ള പ്രതീക്ഷ നിങ്ങൾക്ക് ആർക്കും വേണ്ട. കാരണം അത്തരത്തിലൊരു അന്വേഷണം നടക്കണമെന്നുള്ള യഥാർത്ഥ ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ സംഘടിതമായിട്ടുള്ളൊരു സമ്മതിദാനം നിങ്ങൾ വിനിയോഗിക്കേണ്ടി വരും. അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തുവാൻ ആർജവമുള്ള, അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തണമെന്നുള്ള ഒരു വസ്തുത അവരുടെ ആശയമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വരേണ്ടി വരും. ദൗർഭാഗ്യവശാൽ കോൺഗ്രസ്സുകാരോ കമ്മ്യൂണിസ്റ്റുകാരോ അത്തരത്തിലുള്ളൊരു ആശയത്തെ പിന്തുണയ്ക്കുന്നില്ല എന്ന് മാത്രമല്ല, ശക്തിയുക്തം എതിർക്കുകയും ചെയ്യുന്നു. കാരണം അവരെ സംബന്ധിച്ച് അവരുടെ പക്ഷത്തേക്ക് മറിയേണ്ട സംഘടിതമായിട്ടുള്ള വോട്ട് ബാങ്ക് ഇസ്ലാമിസ്റ്റുകളുടെ പിന്നിലാണ് അണിനിരന്നിരിക്കുന്നത്. ആ സമൂഹത്തെ അടച്ചാക്ഷേപിക്കരുത് സഹോദര എന്ന് പറഞ്ഞാൽ ആരിഫ് ഹുസൈൻ പറഞ്ഞതേ എനിക്ക് പറയുവാനുള്ളൂ. മുസ്ലിങ്ങൾ ആണ് ഇസ്ലാമിൻ്റെ ആദ്യത്തെ ഇര, ഭീകരവാദ ഇസ്ലാമിൻ്റെ ആദ്യത്തെ ഇര എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനും. ഡോക്ടർ ആരിഫ് ഹുസൈൻ പറഞ്ഞതുപോലെ തന്നെ. തന്നെയുമല്ല, ആ സമൂഹത്തിൻ്റെ നിഷ്കളങ്കത എന്നുള്ളത് പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്നത് അവരുടെ പ്രവർത്തികളോ അല്ലെങ്കിൽ അവരുടെ വാദങ്ങളോ അല്ലെങ്കിൽ നിശബ്ദതയോ കൊണ്ടാണ്. ഇത്തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ മുഹമ്മദ് സനൂഫിനെ ന്യായീകരിക്കുന്ന നിരവധി ഇസ്ലാമിസ്റ്റുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. എതിർത്ത് പറയുന്ന മുസ്ലിംസ് അല്ലാത്ത, ആ മതം വിട്ട് പുറത്തു വന്ന ആളുകളല്ലാത്ത വിശ്വാസിയായ എത്ര മുസ്ലിങ്ങളെ നിങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലെങ്കിലും കണ്ടിരുന്നു? ഇവൻ ചെയ്തത് പൊറുക്കുവാൻ പാടില്ലാത്ത തെറ്റാണ്, രാജ്യദ്രോഹമാണ് എന്ന് പറയുന്ന ഇവൻ ചെയ്തത് രാജ്യദ്രോഹമാണ്, ഇവൻ ശിക്ഷ അർഹിക്കുന്നു. ഇത്രയൊന്നും വേണ്ട, ഇത്രയൊന്നും കടന്നൊന്നും പറയണ്ട. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ഏറ്റവും കഠിനമായ ശിക്ഷ തന്നെ അനുഭവിക്കുവാനിടയാകട്ടെ എന്ന് പറയുന്ന എത്ര ഇസ്ലാമിസ്റ്റുകളുടെ ഐഡിയകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ. നേരിട്ട് അവർ പറയില്ല എന്നുള്ള കാര്യം വിട്ടേക്കൂ. സാമൂഹ്യ മാധ്യമങ്ങളിൽ മുഖം പോലും കാണിക്കാതെ ഇത്തരത്തിൽ പേര് വെച്ച് വ്യാജ ഐഡിയകളുടെ കാര്യമല്ല പറയുന്നത്. പലപ്പോഴും അവരെ ട്രോളാനായിട്ട് പല എതിരാളികളും അത്തരത്തിലുള്ള വ്യാജ ഐഡിയകൾ സൃഷ്ടിക്കാറുണ്ട്. പക്ഷേ അവരൊന്നും ഇത്തരത്തിലുള്ള ഒരു മ്ലേച്ഛമായ പ്രവൃത്തി ചെയ്യില്ല. കാരണം അവർക്ക് നിയമത്തെ ഭയമുണ്ട്. ഇവർക്ക് നിയമത്തെ ഭയം ഇല്ല എന്ന് പറയുവാൻ സാധിക്കില്ല. പക്ഷേ അവരുടെ മനസ്സിൽ അവരുടെ മതത്തിൻ്റെ നിയമം ആ നിയമത്തെക്കാൾ മുകളിലാണ്. കുഞ്ഞുനാൾ മുതൽ തന്നെ അവരുടെ തലയിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു വിശ്വാസമാണ്. ആ വിശ്വാസത്തിൻ്റെ പുറത്താണ് പലപ്പോഴും ഇവർ ഇതൊക്കെ ചെയ്യുന്നത്. ഈ മുഹമ്മദ് സനൂഫിൻ്റെ മുകളിലുള്ള ഇയാളുടെയൊക്കെ ഹാൻഡ്ലർമാർ അവർ ചെയ്യുന്ന ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് മറ്റു പല ഉദ്ദേശങ്ങളും വെച്ചാണ്. അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള നേട്ടങ്ങൾ കൊയ്യുവാൻ വേണ്ടിയിട്ടാണ്. രാഷ്ട്രീയപരമായിട്ടുള്ള നേട്ടങ്ങൾ ഈ മതത്തിലൂടെ എങ്ങനെ കൊയ്യാമെന്ന് ചോദിച്ചാൽ, സെമറ്റിക് മതങ്ങളിൽ രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ അതല്ലെങ്കിൽ രാഷ്ട്രീയ അടിസ്ഥിതമായി ആരംഭിക്കപ്പെട്ട ഒരേ ഒരു മതം ഇസ്ലാമാണ്. ഇസ്ലാമിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ ആത്മീയതയ്ക്കോ ഒരു ഭൗതികവാദവും ആത്മീയവാദവും തമ്മിലുള്ളൊരു സംവാദത്തിനോ യാതൊരു സ്ഥാനവുമില്ല എന്ന് മാത്രമല്ല, അതിനെ പൂർണ്ണമായി അവർ തള്ളിക്കളയുകയും ചെയ്യുന്നു. ഈ ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദൈവത്തെ സംബന്ധിച്ചുള്ള ചില പ്രത്യേക നിഷ്കർഷകൾ മാത്രമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ആത്മീയത. അല്ലാതെ ധ്യാനം, ഉന്നതമായ അറിവ്, ദൈവത്തിനോട് അടുക്കുന്നതിലൂടെ നേടുക, ഇതൊന്നും അവർക്ക് പരിചിതമായ ആശയങ്ങളെ അല്ല, അല്ലെങ്കിൽ ഒരു മാർഗരേഖകളെ അല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു മതത്തിൻ്റെ പശ്ചാത്തലവും അടിസ്ഥാനവും എല്ലാം രാഷ്ട്രീയത്തിൽ ഊന്നി നിൽക്കുന്നത് കൊണ്ടും രാഷ്ട്രീയത്തിൽ ഉറച്ചു കിടക്കുന്നത് കൊണ്ടും രാഷ്ട്രീയപരമായിട്ടുള്ള നീക്കങ്ങളായിട്ട് മാത്രമേ ഈ മതത്തിൻ്റെ പ്രവർത്തികളെ കാണുവാൻ സാധിക്കുകയുള്ളൂ. മതപരമോ ആത്മീയപരമോ അല്ല.
അതുകൊണ്ട് തന്നെ ഇവരെ പ്രത്യേകം സൂക്ഷിക്കേണ്ടത് ഇത്തരത്തിലുള്ള വാദങ്ങളുമായി ഇവർ സമൂഹത്തിൽ ഇറങ്ങി നടക്കുമ്പോഴാണ്. സമൂഹത്തെ ഒരു മാനിപ്പുലേറ്റ് ചെയ്ത് അവരുടെ ആശയധാരയ്ക്ക് ഒരു മറ സൃഷ്ടിക്കുവാനോ അല്ലെങ്കിൽ ആശയധാരയ്ക്കൊരു പൊതു ഇടങ്ങളിലൊരു സ്ഥാനമുണ്ടാക്കുവാനോ ശ്രമിക്കുമ്പോഴാണ്. അല്ലാതെ ഇവർ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുവാൻ സ്വയം പൊട്ടിത്തെറിച്ച് ഹോറിഫൈഡ് ആകുവാൻ പോകുമ്പോഴല്ല. ആ സാഹചര്യവും ഭയക്കണം. പക്ഷേ ആ സാഹചര്യത്തെ നമ്മൾ ഭയക്കേണ്ടത് നമ്മുടെ ജീവനെ പ്രതി മാത്രമാണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവനുകളെ പ്രതി മാത്രമാണ്. പക്ഷേ ഇവരുടെ ഈ പൊതുമണ്ഡലത്തിലുള്ള ഇത്രയും നേരം വിശദീകരിച്ച തരത്തിലുള്ള ഇടപെടലുകൾ, ആദിത്യ വിക്രമൻ്റെ പോസ്റ്റിൽ പറഞ്ഞതുപോലുള്ള കുത്തിത്തിരിപ്പുകൾ, വ്യാജ പ്രചരണങ്ങൾ, ഇവയെല്ലാം നാം ഭയപ്പെടേണ്ടത് നമ്മുടെയും നമ്മുടെ പ്രിയപ്പെട്ടവരുടെയും ജീവിതങ്ങളെ മാറ്റിമറിക്കുന്ന സ്വാധീന ശക്തികളോ അല്ലെങ്കിൽ മ്ലേച്ഛ ശക്തികളോ ആയിട്ടാണ്. ഈ വിഷയത്തിൽ തൽക്കാലം ഇത്രമാത്രം. ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ, കാരണം ആ പോസ്റ്റിനെ സംബന്ധിച്ച് പറഞ്ഞിരുന്ന ഓരോ കാര്യങ്ങളിലും കൃത്യതയുണ്ട്, വ്യക്തതയുണ്ട്. എന്നാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വാദങ്ങൾക്കെതിരാണോ അനുകൂലമാണോ എന്നുള്ളത് തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമൈ ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.